പേര് ആഷിഖ് എന്നാണ്. ഞാൻ തലവടി സ്വദേശിയാണ്. ഇസ്ലാമിനെ വിഭാവനം ചെയ്യുന്ന തൗഹീദിന്റെ അടിത്തറ പ്രബോധനം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ച ചോദ്യമാണ്. നമുക്കറിയാം, സൂറത്തുൽ മാഇദയിലെ 55, 56 വചനങ്ങളിൽ ഇന്നമാ വലിയക്കുമുള്ള റസൂലു ആമനു പറയുന്ന സമയത്ത്, ആ സമയത്ത് വലിയ എന്നതുകൊണ്ട് ഉദ്ദേശം ഇമാം റാസി റഹിമഹുല്ലാഹി പോലുള്ള മുഫസ്സിറുകളായ ഇസ്ലാമിന്റെ പ്രബോധന പാതയിൽ ജ്വലിച്ചു നിൽക്കുന്ന താരങ്ങളായ അവർ സഹായി എന്ന് അർത്ഥം വെച്ചു എന്ന് ഞാൻ വായിക്കാനിടയുണ്ടായി. എന്റെ അറിവിന്റെ മോശമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഈ പണ്ഡിതന്മാരിൽ നിന്നും അറിയേണ്ടതുള്ളത്, അങ്ങനെയുള്ള ഇമാം റാസിയെ പോലെയുള്ള ആളുകൾ സഹായി എന്ന അർത്ഥം വെച്ചു എന്നുള്ളത് 1986 അൽ മനാറിൽ പോലും ഉണ്ട് എന്ന് ആ സഹോദരൻ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഈ സഹായി എന്നതുകൊണ്ട് ഉദ്ദേശം വിശ്വസിച്ച ആളുകളും റസൂലും നമ്മളെ എങ്ങനെയാണ് സഹായിക്കുക എന്നത് വിശദീകരിച്ചാൽ വളരെ ഉപകാരമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. വേദിയിലിരിക്കുന്ന പണ്ഡിതരെ, നേതാക്കളെ, സദസ്സിലുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ച ആയത്തന്നെ നമുക്ക് നോക്കാം. ഇന്നമാ വലിയുക്കുമുല്ലാഹു, അള്ളാഹു ആണ് നിങ്ങളുടെ വലിയ, റസൂലുഹു, അള്ളാഹുവിന്റെ റസൂലുമാണ്, വല്ലദീന ആമനു, സത്യവിശ്വാസികളുമാണ്, നിസ്കാരം നിലനിർത്തുന്ന, സകാത്ത് കൊടുക്കുന്ന, വയൂത്തൂന സകാത്ത വഹും റാക്കിഊൻ, റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുക സകാത്ത് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മോമിനീങ്ങളുമാണ് നിങ്ങളുടെ സഹായികൾ. ഇവിടെ സുന്നി വിഭാഗം എന്ന് പറയപ്പെടുന്ന ആൾക്കാർ വെച്ച അർത്ഥം അനുസരിച്ചാണെങ്കിൽ, മനുഷ്യന്മാരെ, നിങ്ങൾക്ക് മരിച്ചതിന്റെ ശേഷം സഹായം ചോദിക്കാൻ മുഹമ്മദുർ റസൂലുള്ള ഉണ്ട്. ഇവിടെ മൂമിനീങ്ങളായി മരിച്ചുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ അടുത്തുള്ള പള്ളിത്തൊടൂല്, അവിടത്തെ ശ്മശാനത്തിലും മറവ് ചെയ്ത ഈ നാട്ടിലുള്ള അബ്ദുറഹ്മാനും അബൂബക്കറും മുഹമ്മദും ഒക്കെ ഇരിക്കുമല്ലോ, അവരൊക്കെ മൂമിനീങ്ങളായിട്ട് നാളെ പരിഗണിക്കുക. അപ്പൊ അവരോടും പോയി സഹായം ചോദിക്കാം. അതുപോലെ റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുമ്പം സക്കാത്ത് കൊടുക്കണ മൂമിനീങ്ങളും ഇനിയിപ്പോ അത് നോക്കി നടക്കും വേണ്ടി ഒരു ആയത്തിന്റെ അവസാനമാണ്. അങ്ങനെയാണ്, യൂത്തൂന സക്കാത്ത വഹും റാക്കിഊൻ, റുക്കൂ ചെയ്തുകൊണ്ടിരിക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മൂമിനീകളും. അതിപ്പോ ഇവിടെ എവിടെയും കാണാറുമില്ല. സത്യത്തിൽ അത് മുഴുവൻ ഈ മൂല്യമാര് ദുർവ്യാഖ്യാനം ചെയ്യണതാണ്. മൂല്യമാര് ദുർവ്യാഖ്യാനം ചെയ്യണതാണ്. ഇബ്നു കസീർ പോലത്തെ തഫ്സീർ എടുത്ത് മറിച്ചു നോക്കിയാൽ ഒരായത്തിനെ വിശദീകരിക്കുമ്പം അതിന്റെ ഒരുപാട് ഘടകങ്ങൾ ശരിയാക്കാണ്ട് ഒറ്റർത്ഥം ഓടിച്ചെന്ന് വെക്കലല്ല. ഒന്ന്, ഈ ആയത്ത് എന്തിന് അവതീർണമായി, എന്താണ് അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോട്, ലോകത്തോട് അള്ളാഹു ഇങ്ങനെ പറയാനുള്ള കാരണം, അതിന് സബബുൻ നുസൂൽ എന്ന് പറയും. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം, ആ കാരണം ചിന്തിക്കുമ്പോൾ ഇബ്നു കസീറിനെ പോലെയുള്ള മുഫസ്സിറുകൾ വിശദീകരിക്കപ്പെട്ടത് കാണാം. അബ്ദുല്ലാഹിബ്നു സലാമിനെ പോലെ യഹൂദികളായ കുറച്ച് ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നു. യഹൂദികളായ ജൂതന്മാരായ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ യഹൂദികൾ അവർക്ക് ഊരുവിലക്ക് കൽപ്പിച്ചു. അവരോട് മിണ്ടാട്ടമില്ല, ലോഹ്യമില്ല. അപ്പൊ അബ്ദുല്ലാഹിബ്നു സലാമിനെ പോലുള്ള ആൾക്കാർ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, ഇന്ന ഖൗമനാ ഹജറൂന, ഞങ്ങളെ ആൾക്കാർ ഞങ്ങളെ വെടിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഊരുവിലക്ക് കൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് അവരുമായി കൂടിക്കലർന്ന് ജീവിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ നബിയെ, സ്വഹാബത്തിന്റെ കൂടെ, അങ്ങയുടെ കൂടെ എപ്പോഴും ഇവിടെ വന്ന് ഇരിക്കാനും സാധിക്കുന്നില്ല. ലിബുഇദി മനാസിലിന, ഞങ്ങളുടെ വീട് വിദൂരമായതുകൊണ്ട് ഇനി ഞങ്ങൾ എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് അള്ളാഹ് കൊടുത്ത മറുപടിയാണ് ഇന്നമാ വലിയുക്കുമുല്ലാഹ്, അള്ളാഹുവാണ് നിങ്ങളുടെ ആത്മമിത്രം, അള്ളാഹുവിന്റെ റസൂലാണ് നിങ്ങളുടെ ആത്മമിത്രം, മൂമിനീകളാകുന്നു നിങ്ങളുടെ ആത്മമിത്രം. നിങ്ങൾ ഒരു ആദർശത്തിൽ നിലനിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബന്ധം പുലർത്താനുള്ളത് അള്ളാഹുവും അവന്റെ റസൂലും സത്യവിശ്വാസികളുമാണ്. അവരെ കൂടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്, അവരുമായാണ് നിങ്ങൾ ബന്ധം പുലർത്തേണ്ടത് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാരിക്ക് റുക്കൂ ചെയ്യുമ്പോൾ ദാനധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം
മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇഖ്ലാസുള്ള തഖ്വയുള്ള ഈമാനുള്ള മുഅ്മിനീങ്ങൾ എന്ന് തഫ്സീൽ കാണാം. എന്താ, അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു യാചകൻ കയറി വന്നത്. അയാൾ അവിടെ നിന്ന് യാചിച്ചു കൊണ്ടിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു റുക്കൂലായപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിന്മേലുണ്ടായിരുന്ന മോതിരം അയച്ചിട്ട് ആ നിസ്കാരത്തിൽ തന്നെ ആ യാചകന് കൊടുത്തു. അത് ആത്മാർത്ഥ വേണം, ഇഖ്ലാസ് വേണം, തഖ്വ വേണം, പടച്ചവനെ പേടി വേണം. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലെയുള്ള യഹൂദികളെ, യഹൂദ് മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ ആദർശ സഹോദരങ്ങൾ ഇവരൊക്കെയാണ്, ഇവരോട് കൂടെ കഴിയുക. വലിയന് ആത്മമിത്രം എന്നുള്ള അർത്ഥം അവിടെ സ്യൂട്ടബിൾ ആവുകയുള്ളൂ. അങ്ങനെ പോളൂ. പിന്നെ റാസിമാമ് നാസിർ എന്ന് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. റാസിമാമ് നാസിർ എന്ന് അർത്ഥം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മുഹമ്മദുർ റസൂലുള്ള വഫാത്തായി പോയ ശേഷം സഹായം ചെയ്യും, അതുകൊണ്ട് നബിനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ മൗലിയമാര് അവിടെ ദുർവ്യാഖ്യാനിക്കുകയാണ്. മൂമിനീങ്ങൾ മരിച്ചുപോയതിന് ശേഷം നിങ്ങളുടെ നാസുരീങ്ങളാണ്, അതുകൊണ്ട് മരിച്ചുപോയ ആൾക്കാരൊക്കെ നിങ്ങൾ വിളിച്ചു ദുആയിരുന്നോളൂ എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. നാസിർ എന്ന അർത്ഥം വെച്ചാൽ പോലും അള്ളാഹുവിന്റെ റസൂലും സഹാബത്തുമാണ് ഭൗതികപരമായി ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ സഖാക്കളെ സഹായിക്കാനും അവരോടുകൂടെയാണ് മൈത്രി ബന്ധം പുലർത്താനുള്ളതും എന്നു മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ മരിച്ച ശേഷം സഹായം ചോദിച്ചോളൂ എന്നല്ല. അപ്പോ ഈ ചോദ്യകർത്താവിനോട് പറയാനുള്ളത്, ഇനി ഏതെങ്കിലും ഒരു അന്ധവിശ്വാസിയായ പുത്തൻ പ്രസ്ഥാനത്തിന്റെ വിദായി കക്ഷി വരികയാണെങ്കിൽ അവനോട് പോയിട്ട് ഇബ്നു കസീർ മറിച്ചു വെക്കാൻ പറയാം. എന്തുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയ സബബുൻ നുസൂൽ ലോകത്തുള്ള മുഴുവൻ മുഫസ്സിറുകൾ എങ്ങനെയാണ് വിശദീകരിച്ചതെന്ന് മറിച്ചു വെക്കാൻ പറയാം. അത് പഠിച്ചിട്ട് വരാൻ പറയാം. അത്രേ അതിന് പരിഹാരമുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട്